ഹലോ എവരിബഡി, എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് നമ്മൾ സഖാവ് ജി സുധാകരൻ, പ്രതിഭാധനായ ഭരണാധികാരിയും സ്നേഹനിധിയായ ജനനേതാവുമായ സഖാവ് ജി സുധാകരനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ആയിരുന്ന ജി സുധാകരൻ എന്ന് കേൾക്കുമ്പോൾ പ്രതിഭാധനായ ഭരണാധികാരി എന്ന വിശേഷണമാണ് ജനമനസ്സുകളിൽ പ്രതിധ്വനിക്കുന്നത്. എന്നാൽ അതുമാത്രമാണോ സവിശേഷത? അദ്ദേഹം മികവുറ്റ തൊഴിലാളി സംഘാടകനായിരുന്നു, പ്രശസ്തനായ ഒരു വാഗ്മിയായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, കവിയാണ് എന്നീ വിശേഷണങ്ങൾക്കും അർഹനായ വ്യക്തിയാണ് സഖാവ് ജി സുധാകരൻ. എന്നാൽ കാറൽ മാർക്സിൻ്റെ നിർവചനപ്രകാരമുള്ള മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്ത് കർമ്മനിരതനായി പഠനത്തോടൊപ്പം സാമൂഹ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ മുൻനിരയിലായിരുന്നു. SFI, KSF, YF എന്നീ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനശ്രദ്ധ ആകർഷിച്ചിരുന്നത്. 1975 മുതൽ 26 മാസക്കാലം ഇന്ത്യ രാജ്യം അടിയന്തരാവസ്ഥയിലായിരുന്നു. ജനാധിപത്യ അവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യവും നിരോധിക്കപ്പെട്ടിരുന്ന കാലം. ഈ കാലയളവിൽ LLB പഠനം പൂർത്തിയാക്കി സഖാവ് ജി സുധാകരൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായി. അദ്ദേഹം KSF, YFൻ്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹിയുമായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിലും സമരങ്ങൾ നടത്തുന്നതിലും മുൻപന്തിയിലായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാണിച്ച കൃത്യനിഷ്ഠ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കി. ഈ കൃത്യനിഷ്ഠാപാഠം പിൽക്കാലത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചവർക്കും മാർഗദർശനവും വ്യക്തിത്വ സവിശേഷതയും ഉണ്ടാക്കിക്കൊടുത്തു. ജാതിമത രാഷ്ട്രീയത്തിനതീതമായി കൂടുതൽ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സഖാവ് ജി സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. സഖാക്കളുടെയും ഉത്തമ സുഹൃത്തുക്കളുടെയും വീടുകളിൽ ഉണ്ടാകുന്ന മരണദുഃഖങ്ങളിലും രോഗചികിത്സാ വേളകളിലും വിവാഹാദി ചടങ്ങുകളിലും പങ്കെടുക്കുവാൻ എത്ര രാഷ്ട്രീയ ജോലി തിരക്കിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കുന്ന സഖാക്കളാണെന്ന് ബോധ്യപ്പെട്ടാൽ കല്യാണ ആവശ്യങ്ങൾക്കും മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും രോഗചികിത്സയ്ക്കും പണം കണ്ടെത്തി സഹായിക്കുന്നതിലും സഖാവ് ജി സുധാകരൻ മുൻപന്തിയിലാണ്. ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നപ്പോൾ, യൂണിവേഴ്സിറ്റി സീറ്റിലേക്ക് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നപ്പോഴും ലഭിച്ച ഓണറേറിയം നിർധന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുവാനായി സഖാവ് ജി സുധാകരൻ മാറ്റിവെച്ചിരുന്നു. സഖാവ് ജി സുധാകരൻ്റെ സംഘടനാ പാഠവും മികവുറ്റതായിരുന്നു. KSYF ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ യുവജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ കാണിച്ച അസാമാന്യ പാടവത്തെ ഇന്നും സഹപ്രവർത്തകർ വിലമതിക്കുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും അവരുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിലും നടത്തിയ പോരാട്ടങ്ങൾ ചരിത്രങ്ങളാണ്. ഇന്നും കർഷക തൊഴിലാളി യൂണിയൻ നിലനിൽക്കുന്നത് സഖാവ് ജി സുധാകരൻ്റെ പങ്ക് മഹത്തരമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വേളയിൽ സംഘടനാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ കാണിച്ച കൃത്യനിഷ്ഠയും പരസ്യപ്രചരണങ്ങൾ സ്വീകരിച്ച നയതന്ത്ര സമീപനങ്ങളും ഇന്നും ചരിത്രത്താളുകളിൽ തിളങ്ങി നിൽക്കുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടനയായി ആലപ്പുഴയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം കാണിച്ച കർമ്മനിരതയെ ആ പാർട്ടി നേതൃത്വം ഇന്നും വിലമതിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അനന്യസാധാരണമായ വ്യക്തിത്വ വിശേഷത പ്രസംഗയിൽ എന്ന പോലെ പ്രവർത്തന മേഖലയിലും കാണിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായി പ്രവർത്തിച്ച സന്ദർഭങ്ങളിൽ കാണിച്ച പ്രവർത്തന ചടുലതയെ സനാതനധർമ്മ കോളേജ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇപ്പോഴും വിലമതിക്കുന്നു. ആലപ്പുഴ SD കോളേജ്, സെൻറ്റ് ജോസഫ് വനിതാ കോളേജ് എന്നിവിടങ്ങളിൽ മാസ്റ്റർ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിൽ അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. ആലപ്പുഴ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന UIT സെൻറ്റർ
ആലപ്പുഴ കളർകോട് യൂണിവേഴ്സിറ്റി സെൻറ്റർ, അമ്പലപ്പുഴയിലെ ഗവൺമെൻറ് കോളേജ്, ആര്യാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള BEd കോളേജ് തുടങ്ങിയവ അദ്ദേഹം യൂണിവേഴ്സിറ്റി കമ്മിറ്റികളിലൂടെ നടപ്പിലാക്കിയവയാണ്. സഖാവ് G. സുധാകരൻ കുറച്ചുകാലം ആലപ്പുഴ നഗരസഭാ കൗൺസിലറായിരുന്നു. പള്ളാത്തുരുത്തി വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അന്നത്തെ ആലപ്പുഴ നഗരസഭയിൽ കോൺഗ്രസ് ഭരണത്തിലെ അഴിമതിക്കെതിരെ നടത്തിയ പ്രസംഗങ്ങളും പോരാട്ടങ്ങളും മുൻ കൗൺസിലർ എന്ന നിലയിൽ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും പ്രതിധ്വനിക്കുന്നതും ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലാ കൗൺസിൽ പ്രസിഡന്റായി ചാർജ് ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മുനിസിപ്പൽ മൈതാനത്ത് സഖാവ് EMS നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സഖാവ് G. സുധാകരൻ ചെയ്ത പ്രസംഗം ആലപ്പുഴയുടെ ചരിത്രരേഖയായി നിലകൊള്ളുന്നു. ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ സഖാവ് MT ചന്ദ്രസേനൻ, KM ചന്ദ്രശർമ്മ എന്നിവരോടൊപ്പം നിന്നുകൊണ്ട് സഖാവ് G. സുധാകരൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഭരണ സമിതികൾക്ക് മാതൃകയാണ്. 2006 കേരളത്തിലെ കയർ സഹകരണ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം സഖാവ് G. സുധാകരനോടെ കാണാൻ കഴിഞ്ഞത് പ്രതിഭാധനായ ഒരു ഭരണാധികാരിയാണ്. 1967 മുതൽ 1977 വരെ വ്യവസായ മന്ത്രിയായിരുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സമരനായകൻ TV തോമസ് ആയിരുന്നു. അദ്ദേഹം കയർ പുനഃസംഘടനാ പദ്ധതിയിലൂടെ കയർ രംഗത്ത് പുത്തൻ ഉണർവും പുതുപ്പുമുണ്ടാക്കി. അതിനുശേഷം കയർ വ്യവസായ രംഗത്ത് ആശാവായ മാറ്റങ്ങൾ സൃഷ്ടിച്ചത് സഖാവ് G. സുധാകരനായിരുന്നു. അദ്ദേഹം PPSS കയർ ക്രയവില സ്ഥിരത പദ്ധതി സ്കീം വഴി കയർ കോർപ്പറേഷനെയും കയറ്റുമതി മുതലാളിമാരെയും ചെറുകിട കയർ ഫാക്ടറി ഉടമകളെയും കയർ ഉൽപ്പന്ന സഹകരണ സംഘങ്ങളെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്ന പദ്ധതി നടപ്പിലാക്കി. ഇന്നും PPSS സ്കീമിലൂടെ 150 കോടി രൂപയുടെ വിപണനം നടക്കുന്നു. കേരളത്തിലെ കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സഹകരണ സംഘങ്ങൾ പൊതുവിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. ESI, PF തുടങ്ങിയവയും തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റിയും നൽകേണ്ട ബാധ്യത സൊസൈറ്റികൾക്ക് താങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സൊസൈറ്റിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സർക്കാർ മുഖേന ഗ്രാറ്റുവിറ്റി നൽകുവാൻ തയ്യാറായത് സഖാവ് G. സുധാകരൻ മന്ത്രിയായപ്പോഴാണ്. ഇതുമൂലം മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സഹകരണ സംഘങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഫോമാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയവ കമ്പോസിറ്റ് ബോർഡ് ഉപയോഗിച്ചുള്ള ഫർണിച്ചർ നിർമ്മാണത്തിലുള്ള ഫാക്ടറി സ്ഥാപിച്ചതും മെഷീൻ സ്ഥാപിച്ചതും മന്ത്രി എന്ന നിലയിൽ സഖാവ് G. സുധാകരൻ മുൻകൈയെടുത്താണ്. കയർ മിഷനറി ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്താണ്. കയർ ഫെഡിൻ്റെ നവീകരണത്തിനും കയർപിരി സംഘങ്ങൾ കയർപിരി ഉൽപ്പാദനത്തിനും ആവശ്യമായ പ്രവർത്തന മൂലധനം ഗ്രാൻറ്റും നൽകി കയർ വ്യവസായ രംഗത്ത് പുത്തൻ ഉണർവുണ്ടാക്കുവാൻ സഖാവ് G. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ കഴിഞ്ഞു. സഹകരണ രംഗത്തും ആശാവായ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആലപ്പുഴയിലെ വാടക്കൽ എന്ന ഗ്രാമപ്രദേശം നഗരസമാനമാക്കി. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിന് സാഗര എന്ന പുത്തൻ പേരും അവിടെ സഹകരണ ആശുപത്രിയും സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ്, MBA ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സഹകരണ സ്ഥാപനങ്ങളുണ്ടാക്കി. അനേകായിരങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസ ഉത്തേജനവും നൽകി. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ സഹകരണ കോളേജുകൾ സ്ഥാപിച്ചു. സഹകരണ ബാങ്കുകളും സൊസൈറ്റികളും ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നു. 2016 മെയ് മാസത്തിൽ സഖാവ് G. സുധാകരൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായ സ്ഥാനമേറ്റിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ആശാവഹമായ മാറ്റങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിൽ നടന്നുകൊണ്ടിരുന്നത്. നിലവിലുള്ള റോഡുകളുടെ പുനരുദ്ധാരണം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയും ഭംഗിയായി നടന്നിട്ടില്ല. പുതിയ പാലങ്ങളും അപ്രോച്ച് റോഡുകളും ഉണ്ടായി. കേരളത്തിലെ 21-ാം നൂറ്റാണ്ടിലെ മഹാത്ഭുതം ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഹൈവേ ബൈപ്പാസ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഇഴഞ്ഞും വലിഞ്ഞും നീങ്ങിയ ബൈപ്പാസിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിലാക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഫലപ്രദമായും സന്ദർഭോചിതമായും ഉപയോഗപ്പെടുത്തി പരിഹാരമുണ്ടാക്കുവാൻ സഖാവ് G. സുധാകരൻ പരിശ്രമിച്ചു. അതാണ് ഹൈവേ ബൈപ്പാസിൻ്റെ ത്വരിതഗതിയിലുള്ള നിർമ്മാണ മഹത്വം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിയായിരുന്ന ഏത് എന്ന ചോദ്യത്തിന് സഖാവ് G. സുധാകരൻ എന്ന് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ നിന്നും ഉത്തരവുണ്ടാവും. മന്ത്രിപദം ഏൽക്കുമ്പോഴും മന്ത്രിപദം ഇല്ലാത്തപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനനേതാവ് എന്ന സത്കീർത്തി സഖാവ് G. സുധാകരൻ ഉണ്ടാക്കി ഇരിക്കുന്നു. ഗ്രാമസ്നേഹിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടറിൽ പറയുന്ന പോലെ യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കിയത് സഖാവ് G. സുധാകരൻ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഇൻ്റർനാഷണൽ കമ്മ്യൂണിസം പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ ആ ചൂഷണം നടത്തുന്നത് ഇന്ന് ഇവിടെ ഇടതുപക്ഷമെന്ന് പറയുന്ന പുരോഗമന വേഷം ഭരിച്ച കപട പക്ഷം തന്നെയാണ്. ഈ ചൂഷണം ചെയ്യുന്നവരെ മുതലാളിമാർ, ആ മുതലാളിമാരിൽ നിന്നും വാങ്ങിച്ച്
പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിസമെങ്കിൽ ഇന്ന് ആ അധികാരം കൈകാര്യം ചെയ്യാൻ പോകുന്ന കോൺഗ്രസിൻ്റെ ഇന്ന് വാങ്ങിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഇന്ന് LDF എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എല്ലാം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് കളിച്ചിട്ട് പോലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം അടിവേര് ഇളക്കി ഇന്ന് കേരളത്തിലെ പല ജില്ലകളിലും അതിൻ്റെ അടിവേര് അറുത്ത് ഫാസിസ്റ്റ് ശക്തികളുടെ കൈ കൊടുത്തുകൊണ്ട് CJP ഗവൺമെൻറ്റിൻ്റെ പാവ ഗവൺമെൻറ്റായി പ്രവർത്തിക്കുന്ന ഒരു RSSൻ്റെ വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനമായ RSSൻ്റെ B ടീമായി പ്രവർത്തിക്കുന്ന LDFന് എന്ത് അർഹതയാണ് സുധാകരനെ പോലുള്ളവരെ വർഗവഞ്ചകനെന്ന് പറയാൻ? നിലവിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് എങ്കിലും കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സോ ഇൻ്റർനാഷണൽ കമ്മ്യൂണിസമോ മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ അടിസ്ഥാന വർഗ വഞ്ചകരും പട്ടികവർഗങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിച്ചവരുമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ 2026 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് നിലവിൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ സുധാകരൻ നയിക്കുന്ന ഈ യാത്രയിൽ 100% അവശത അനുഭവിക്കുന്ന ജനങ്ങളും കയറിൻ്റെയും കർഷക തൊഴിലാളികളുടെയും നാടായ ആലപ്പുഴയിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണമെന്നാണ് ഗ്രാമസ്നേഹിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. എൻ്റെ അച്ഛനടക്കം വണ്ടാനം ആശുപത്രികളിൽ യാത്ര ചെയ്ത വേളകൾ ആ പാലത്തിൻ്റെ ഗുണം അനുഭവിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ സാഗരയും ഹോസ്പിറ്റലും എഞ്ചിനീയറിംഗ് കോളേജുമൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടാൻ, സർക്കാർ സർവീസിൽ ജോലി കിട്ടാനൊക്കെ ആ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി ചൂഷണം ചെയ്യപ്പെടാതെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ പഠിക്കുവാൻ കാരണക്കാരനായ സുധാകരന് എല്ലാ വിജയാശംസകളും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രാമസ്നേഹിയുടെ ഈ സന്ദേശം അമ്പലപ്പുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഏറ്റെടുക്കാനുമായിട്ട് എനിക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളോട് പറയാനുള്ളത്, സുധാകരൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം പ്രചരിപ്പിക്കട്ടെ. നിങ്ങളുടെ കമ്മ്യൂണിസവും ജനങ്ങളെ കാണിച്ചു കൊടുക്കുക. എന്താണ് കമ്മ്യൂണിസം, എന്താണ് സോഷ്യലിസം എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഏകാധിപത്യ ചൂഷണവും ഒരു തട്ടിപ്പും പുരോഗമന വേഷം ധരിച്ച വർഗീയവാദികളുടെ നിലപാടുകളും കേരളം തള്ളിക്കളയുമെന്നുള്ളത് നിങ്ങൾ കാണേണ്ടിയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസത്തെയും ഇൻ്റർനാഷണൽ ചൂഷകരെയും നേരിടാൻ കമ്മ്യൂണിസ്റ്റുകൾക്കല്ലാത്തവർക്കും കഴിയും എന്നുള്ളതും നമുക്ക് കാലം തെളിയിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തെ നിങ്ങൾ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സുധാകരൻ കമ്മ്യൂണിസം പ്രചരിപ്പിക്കട്ടെ. അത് അമ്പലപ്പുഴയിലും കേരളത്തിലും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്രഗത്ഭൻ തന്നെയാണ് സഖാവ് സുധാകരൻ. അല്ലാതെ നിലവിലെ മുഖ്യമന്ത്രിക്കോ കൊലയാളികളായിട്ടുള്ള പല പാർട്ടി പ്രവർത്തകർക്കോ കഴിയാത്തതിനേക്കാൾ അപ്പുറം കമ്മ്യൂണിസം പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ സഖാവ് സുധാകരന് വിജയിക്കുവാൻ കഴിയും. അദ്ദേഹത്തെ നിങ്ങൾ എന്ത് വിളിച്ചെന്ന് പറഞ്ഞാലും കണ്ണിലെ കൃഷ്ണമണിയുള്ളത്രോളം കാലം ഈ കേരള ജനത സത്യം എന്താണെന്ന് അറിയുകയും കമ്മ്യൂണിസം എന്താണെന്ന് അറിയുകയും സഖാവ് സുധാകരൻ എന്താണെന്ന് അറിയുകയും കേരളത്തിൽ ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരികയും ചെയ്യും. അതാണ് ഗ്രാമസ്നേഹിക്ക് ഈ കപടപക്ഷത്തോട്, ഈ നിലപാട് മാറ്റക്കാരോട് പറയാനുള്ളത്.